ഹലോ, വെൽക്കം ബാക്ക് ടു ലൈഫ് അറ്റ് ദ നെറ്റ്സ്. ഓണം സീരീസിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. നാടൻ രുചിയുടെ മധുരം നിറച്ച് ഒരു അടിപൊളി കടലപ്രഥമൻ. ഓണസദ്യയുടെ മധുരം കൂട്ടാൻ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാം. പോകാം വീഡിയോയിലേക്ക്. കടലപ്രഥമനായി ഞാനിവിടെ ഏകദേശം 1.5 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തേക്കുന്നത്. നമുക്ക് നന്നായിട്ട് കഴുകി കുക്കറിലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വയ്ക്കാം. ഏകദേശം ഒരു 4 വിസിൽ. അപ്പോഴേക്കും നമുക്ക് എത്ര കടലപ്പരിപ്പാണോ അതിൻ്റെ ഇരട്ടി ശർക്കര നമുക്കൊന്ന് പാവ് കാച്ചി എടുക്കാം. ഞാനിവിടെ പാവ് കാച്ചി എടുക്കുന്നു. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. പാവ് കാച്ചി എടുക്കുന്നുണ്ട്. ഒന്ന് തണുത്തതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലുള്ള പതയെല്ലാം നമുക്കൊന്ന് മാറ്റിയെടുക്കാം. കടലപ്പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് ചവ്വരി നമുക്ക് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ട് സാധനം തേങ്ങാപ്പാലാണ്. 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്, ഇത്രയാണ് നമുക്ക് ആവശ്യം. ഞാനിവിടെ തേങ്ങാപ്പാൽ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. 1-ാം പാല്, 2-ാം പാല്, 3-ാം പാലായിട്ട് 3 പാത്രത്തിലാക്കി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ ഉരുളി വെച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് ശർക്കര പാനി അരിച്ചൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ വെന്ത് ഉടച്ച് വെച്ചേക്കുന്ന കടലപ്പരിപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിലവർക്ക് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ കടലപ്പരിപ്പാണ് ആവശ്യമെങ്കിൽ അന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി. ഞാനിവിടെ അത് തന്നെ കൈ വെച്ച് ഉടച്ച് ആണ് ചേർത്തിരിക്കുന്നത്. അതിലേക്ക് ചവ്വരിയും കൂടി വേവിച്ച് വെച്ച ചവ്വരിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്ക് 3-ാം പാൽ ആദ്യം ഒഴിച്ചു കൊടുക്കാം. 3-ാം പാൽ ഒഴിച്ച് നന്നായിട്ട് വരട്ടി എടുക്കുക. അത്യാവശ്യം നന്നായിട്ട് വെന്ത് കുറുകി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2-ാം പാൽ ഒഴിച്ചു കൊടുത്ത് അല്പനേരത്തിന് ശേഷം ഞാൻ കുറച്ച് ആവശ്യത്തിന് ഏലക്ക ചേർക്കുന്നുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂൺ, ഒരു 10-12 ഏലക്ക ഞാൻ ചേർക്കുന്നുണ്ടേ. കഴിഞ്ഞ് നന്നായിട്ട് കുറുകുമ്പോഴത്തേക്കും നമുക്ക് ഇനി 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ച് പിന്നെ തീ ഓഫ് ചെയ്യുക. ഞാനിവിടെ ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് കടുവറുത്തെടുക്കാം. നെയ്യ് ഒഴിക്കുക. നെയ്യിലേക്ക് ഞാനിവിടെ 2 പിടി തേങ്ങ പുളി ഇട്ടിട്ടുണ്ട്. അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവ ചേർത്ത് വറുത്ത് നമുക്ക് കടലപ്പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വാഴയിലയിൽ നല്ല പപ്പടം കൂട്ടി കഴിക്കാൻ അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഓണത്തിന്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. Take care. Bye.